എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് കയറാൻ സാധ്യതയുള്ള ചില കുഞ്ഞൻ ഷെയർസ്, അതായത് 100 രൂപയിൽ കുറവ് വിലയുള്ള കുറച്ച് ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഷെയർസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ കയറുമ്പോൾ ഇത് നല്ല രീതിയിൽ കയറുകയും ഇറങ്ങുമ്പോൾ അതുപോലെ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഹൈ റിസ്ക് ഉള്ള ഒരു ഷെയർസാണ് ഇങ്ങനത്തെ ഷെയർസ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഷെയർ പ്രോസോൺ റിയാലിറ്റിയാണ്. 41 രൂപയുടെ ക്ലോസിംഗ് റേറ്റ് കാണിക്കുന്നത്. 7 രൂപ 7% അത് വെള്ളിയാഴ്ച കയറിയിട്ടുള്ളത്. ഇതാണ് പ്രോസോൺ റിയാലിറ്റിയുടെ ചാർട്ട്. ഈ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് തന്നെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ടായിരുന്നു. ഈ 38 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇതിൽ ആ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് പോയത്. വിത്ത് വോള്യത്തോടുകൂടി അത് ബ്രേക്ക് ചെയ്ത് പോയി. ഇവിടെ നല്ല വോള്യം ഉണ്ട്, അത് കയറിപ്പോയി. ഇതൊരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെയർ തന്നെയാണിത്. ഈ ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഷെയറാണിത്. ഇതിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് നമ്മൾ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 36 റേഞ്ചാണ് സപ്പോർട്ട്. ഇപ്പോൾ ഒരു കറൻറ്റ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു 36 റേഞ്ചിലാണ് നമുക്ക് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷനാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് സോൺ ഇവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു ഇവിടെ. ഈ റേഞ്ച് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഇത് വീക്കിലി ചാർട്ട് ഇടാണ്ട. ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു, പിന്നെ ഇവിടെ രണ്ടാമത്തെ ടച്ച് ചെയ്തു, മൂന്നാമത്തെ ടച്ച് ചെയ്തു, നാലാമത്തെ ടച്ചിൽ വിത്ത് വോള്യത്തോടുകൂടി ഇത് കയറിപ്പോയി. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇവിടെ കാണിക്കുന്നുണ്ട് വീക്കിലി ചാർട്ടിൽ. അപ്പോൾ ഇത് ഇത്രയുമാണ് അത് വീക്കിലി വ്യൂവിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് നല്ലൊരു മൂവിലേക്ക് സാധ്യത കാണുന്നുണ്ട്. വിത്ത് വോളിയം ഈ ഭാഗത്ത് ഈ കയറ്റത്തിൽ വിത്ത് വോളിയം നല്ല വോളിയവും ഉണ്ട്. നമ്മൾ പ്രീവിയസ് വോളിയം നോക്കുമ്പോൾ ഈ സമയത്തൊക്കെ നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം നല്ല രീതിയിൽ കാണിക്കാനായിട്ട് സാധ്യത ഉള്ള ഷെയറാണിത്. അടുത്ത ഷെയറാണ് ഹാർഡയൻ ഇന്ത്യ ലിമിറ്റഡ്. 47.90 ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ്. അത് 11% വെള്ളിയാഴ്ച അത് അപ്പായിട്ടുള്ളത്. ഹാർഡയൻ ഇന്ത്യ ലിമിറ്റഡ്. ഹാർഡയൻ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ ആണ് ഇതിൽ കാണുന്നത്. പക്ഷേ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനായിട്ട് സാധിക്കാനില്ല. ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും കാണുന്നില്ല. നമുക്കതിൻ്റെ വീക്കിലി വ്യൂയിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്കതിൻ്റെ ഇത് കാണാം. വീക്കിലി വ്യൂ നോക്കിയാൽ വീക്കിലി ഒരു റെസിസ്റ്റൻസ് സോൺ ഇവിടെ ബ്രേക്ക് ചെയ്തു. വിത്ത് വോള്യത്തോടുകൂടി റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ, ഒരു നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. അതിനുശേഷം ഒരു തരക്കേടില്ലാത്ത വോള്യം ഉണ്ട്. ആ വോള്യത്തോടെ ഒരു വലിയൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീക്കിലി നോക്കുമ്പോൾ ഈ റേഞ്ചാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുക. അതായത് ഒരു 39-38 റേഞ്ചിൽ ഒരു സപ്പോർട്ടായിട്ട് ഇത് ഇപ്പോൾ ആക്ട് ചെയ്യുന്നു ഇവിടെ ഈ റേഞ്ച്. അപ്പോൾ ഒരു ദിവസങ്ങളിൽ നമുക്കൊരു വലിയൊരു ക്യാൻഡിൽ വീക്കിലി ഇവിടെ വന്നതുകൊണ്ട് നമുക്കൊരു അപ്സൈഡിലേക്കാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യത. നമ്മൾ അടുത്ത ഷെയറാണ് മാലു പേപ്പർ മിൽസ് ലിമിറ്റഡ്. ഏകദേശം 49.90 അതിൻ്റെ റേറ്റ് കാണുന്നത്. അത് നമുക്ക് നോക്കി നോക്കാം. മാലു പേപ്പർ മിൽസിൻ്റെ ചാർട്ട്.
ഇതാണ് മാലു പേപ്പർ മിൽസിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. ഈ ചാർട്ട് ഒരു കൺസോളിഡേഷൻ ഏരിയയിലാണ്. അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് വിത്ത് വോളിയത്തോട് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ ഏരിയ, ഒരു നാരോ റേഞ്ച്, ഒരു ബോക്സ് പോലെ ട്രേഡ് ചെയ്തു. ഒരു 6 മാസത്തോളം ഇതിനുള്ളിൽ അതിനുശേഷം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ നോക്കിയാൽ ഇവിടെയൊക്കെ ഇവിടെ ഒരു വോളിയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത വോളിയം ക്രിയേറ്റ് ചെയ്ത ഏരിയ ഇവിടെയാണ്. അപ്പോൾ ഇതൊരു ബുൾ റണ്ണിലേക്ക് ഈ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീക്കിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി നമുക്ക് നോക്കിയാൽ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഏരിയ എടുത്ത് ഇവിടെ ഒരു സോൺ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ എല്ലാം ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇവിടെ ടച്ച് ചെയ്തു. അതിനുശേഷമാണ് അത് വീക്കിലി എടുത്ത് നോക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണത്. അപ്പോൾ ഒരു ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരു കറക്റ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പോയിൻ്റാണ് സപ്പോർട്ട് വരാം. ഏകദേശം 38 റേഞ്ചാണ്. ഇപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് കാണുന്നത് 38ആണ്, ഈ റേഞ്ച്, ഈ സോൺ. നമ്മളുടെ അടുത്ത ഷെയർ വർത്തമാൻ ആക്രിലിക്സ് ആണ്. ഏകദേശം 68 രൂപയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കും. വർത്തമാൻ ആക്രിലിക്സ്, ഇതാണ് വർത്തമാൻ ആക്രിലിക്സിൻ്റെ ചാർട്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ എന്നെ കാണാനായിട്ട് നല്ല രീതിയിൽ വോളിയം 2-3 ദിവസമായിട്ടുണ്ട്. ഒരു അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയറാണ്. വീക്കിലി നോക്കുക, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് സോൺ, ആ സോൺ മിക്കവാറും വരും ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത ഉള്ളത്. ഈ സോൺ മിക്കവാറും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത വരുന്നത്. കാരണം ഇവിടെ വോളിയം ഉള്ളതുകൊണ്ട് ഇത് മിക്കവാറും ബ്രേക്ക് ചെയ്യാൻ സാധ്യത കാണുന്നു. നമുക്ക് ഏകദേശം വീക്കിലി വ്യൂ നോക്കുമ്പോൾ ഏകദേശം ഈ റേഞ്ചിലാണ് ഒരു സപ്പോർട്ട് കാണുന്നത്. ഈ റേഞ്ച് അതായത് ഒരു 58-57 ആ റേഞ്ചിലാണ് ഇപ്പോൾ വീക്കിലി ഇതിൻ്റെ സപ്പോർട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇതും വരും ദിവസങ്ങളിൽ നല്ലൊരു മൊമെൻറ്റം അപ്സൈഡ് കാണിക്കും മിക്കവാറും. അപ്പോൾ ഇത്രയുമാണ് ഒരു 4 ഷെയർസ്, ഒരാഴ്ചയിൽ വില കുറഞ്ഞ 4 ഷെയർസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.